തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. പക്ഷേ ഇത് ഇപ്പോഴും ഈ മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്. ഏതായാലും ഇപ്പോൾ സ്ഥലം സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സജി ചെറിയാൻ എത്തിയിരിക്കുകയാണ്. സഖാബേ, ഈ മാലിന്യത്തിനൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല, നേരത്തെ തന്നെ ഇത് നോക്കേണ്ടതല്ലായിരുന്നു? ഇത് മഴക്കാല പൂർവ്വകാല ശുചീകരണം നടത്തണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ഒരു പ്രമേയം ഞങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ ആ പ്രമേയം അവതരിപ്പിച്ചു. അന്ന് കൃത്യമായി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു നടപടി സ്വീകരിച്ചില്ല. സംഭവിച്ച യഥാർത്ഥ പ്രശ്നം എന്താ വെച്ചാൽ, കിഴക്കൻ ജില്ലകളിലെ മുഴുവൻ മാലിന്യം ഈ മഴയ്ക്ക് മുമ്പ് തന്നെ ക്ലീനിങ് നടക്കാതെ വന്നുകൊണ്ട് എല്ലാം ഒഴുകി വന്നു. ഒഴുകി വന്നത് നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, കംപ്ലീറ്റ് ഈ സ്പിൽവേയിൽ ബ്ലോക്കായിപ്പോയി. ഇപ്പം ഞാനിവിടെ വന്ന് തിരക്കുമ്പോൾ ഇവർ പറഞ്ഞ് കിഴക്ക് മഴ തുടങ്ങിയ സമയം മുതൽ ഇവിടെ ബ്ലോക്ക് ആരംഭിച്ചു. കാരണം വെച്ചാൽ ആ വെള്ളത്തോടൊപ്പം ഈ മാലിന്യം ഇവിടെ വന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ, നമ്മൾ എങ്ങും പോയി തപ്പേണ്ട കാര്യമില്ല. 2018 പ്രളയമുണ്ടായപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയിലും പൊഴിയിലും ഉണ്ടായ പ്രശ്നം 2019 നമ്മൾ മനസ്സിലാക്കി പരിഹരിച്ചു. ഒന്ന്, പൊഴി മുറിച്ചു മാറ്റി. 300 മീറ്റർ ലെങ്തിൽ പൊഴി മുറിച്ചു മാറ്റി. അന്നുണ്ടായിരുന്ന ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഫലമായി വെള്ളം നല്ല ജലനിർഗമനം, ഒഴുക്ക് കൂടി. ഇവിടെ വേസ്റ്റ് അടിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു. സ്പിൽവേയുടെ മെയിൻ്റനൻസ് കൃത്യമായി നമുക്ക് ഈ കാലയളവിൽ നടത്താൻ കഴിയേണ്ടതായിരുന്നു. കാരണം ഈ 2 മാസത്തിനുവേണ്ടി നടത്തേണ്ട ഒരു പ്രോസസ്സാണ് ഈ ഷട്ടറിൻ്റെ മെയിൻ്റനൻസ്. അത് നടന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട നാട്ടുകാരെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ തിരുവല്ല, പത്തനംതിട്ട ജില്ലയിലെ മറ്റു ഭാഗങ്ങൾ, കോട്ടയം ജില്ല, ചെങ്ങന്നൂർ, കുട്ടനാട്, ഈ പ്രദേശങ്ങളെ മുഴുവൻ, ഈ അരിപ്പാടിൻ്റെ പള്ളിപ്പാട് എല്ലാം അടക്കമുള്ള പ്രദേശങ്ങളെ മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. ഞാനിപ്പോൾ ചെന്നിത്തലയിലെ ഒരു ക്യാമ്പ് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നത് 100 വീട്ടുകാർ, ചെന്നിത്തല പഞ്ചായത്തിലെ 1-ാം വാർഡ്. ഇപ്പോൾ ഇതിലെ വെള്ളം കയറി, ഇന്ന് കയറി. ഇപ്പോൾ അവിടെ ഏതാണ്ട് അരയേറ്റം വെള്ളത്തോളമായി ഇപ്പോൾ അവിടുന്ന് ആളുകളെ വള്ളത്തേലും അല്ലാതെയും കൊണ്ടുവന്നിട്ട് തൃപ്പൂണിത്തുറ നമ്മുടെ സ്കൂളിൽ, നമ്മുടെ ചെന്നിത്തല ഗേൾസ് ഹൈ സ്കൂളിൽ ഇപ്പോൾ പ്രവേശിപ്പിട്ടായിരുന്നു കൊണ്ട് വരുന്നത്. ഇതൊരു ഒരു ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടു. അദ്ദേഹം കർശനമായ ഇറിഗേഷൻ നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ എന്താ ചെയ്യാത്തത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ലിജു നന്നായി അക്കാര്യത്തൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ ഇറിഗേഷൻ വകുപ്പാണോ അതോ റവന്യൂ വകുപ്പാണോ ആരാണ് ചെയ്യേണ്ടത്? അവരാ ഉത്തരവാദിത്തം ചെയ്യുന്നില്ല. ഇന്ന് രാവിലത്തെ യോഗത്തിൽ, ഞാൻ ഇന്നിവിടെ വരാൻ കാര്യം, ഇന്ന് രാവിലത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞ് ഏറ്റവും വേഗം നടപടി സ്വീകരിക്കണമെന്ന് ഇറിഗേഷൻ വകുപ്പിന് ഡയറക്ഷൻ കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഇതേണ്ട ഇവിടെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പീസ് മാലിന്യം മാറ്റിയിട്ടില്ല. ഇത് മാറ്റാതെ ചെങ്ങന്നൂരുകാരും തിരുവല്ലക്കാരും പത്തനംതിട്ടക്കാരും എങ്ങനെ വെള്ളം അവിടുന്ന് ഇറങ്ങുന്നത്? വെള്ളം ഇറങ്ങില്ല. ഇനി ഒരു വലിയ ഭയം എനിക്കുള്ള എന്താണെന്നറിയാമോ, ഇപ്പോൾ ഈ വെള്ളം ഉയർന്ന് നിൽക്കുകയാണല്ലോ. ഇന്നോ നാളെയും കൂടെ മഴ പെയ്താൽ ഞങ്ങളുടെ നാട്ടുകാർ മുഴുവൻ 2018 ആവില്ല അവിടത്തേക്ക് പോകും. ഞാൻ 2018 ഉണ്ടായപ്പോൾ ഞാൻ ലോകത്തോട് സംസാരിച്ച ആളാണ്. ഞങ്ങൾക്കിതിനകത്തൊന്നും ഒരു പൊളിറ്റിക്സും ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാവരും ഇവരോട് സഹകരിക്കുകയാണ്, ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തോട് സഹകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിമാരോട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും സഹകരിച്ചു. അവരെല്ലാം വന്ന് അവരോടൊപ്പം നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ വല ഞങ്ങൾക്കില്ല. ഞാൻ ഇതിനകത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, 2-3 കാര്യങ്ങൾ ഇന്ന് രാത്രി ചെയ്യണം. ഇന്ന് രാത്രിക്ക് മുമ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒന്ന്, ഈ മാലിന്യം ഇന്ന് രാത്രിക്ക് മുമ്പ് വരണം. ഇതിൻ്റെ മുകളിലുള്ള വീതി കുറഞ്ഞ ലീഡിങ് ചാനലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നെറ്റിട്ടിട്ട് മാലിന്യം ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള സംവിധാനം ഇന്ന് രാത്രി ഉണ്ടാക്കണം. ഇതൊക്കെ തലയ്ക്ക് ആൾത്താമസമാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക്, ഇല്ലാത്തതിന് കുഴപ്പം. അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം ഒഴുകിപ്പോരും, മാലിന്യം അവിടെ നിന്ന് എടുത്ത് നമുക്ക് ഡംപ് ചെയ്ത് മാറ്റാം. ഇവിടെ കിടക്കുന്ന മാലിന്യം മാറ്റണം. അടുത്ത 3-ാമത്തെ കേസ്, ഈ പറയുന്ന തോട്ടപ്പള്ളി പൊഴി 300 മീറ്റർ വീതിയിൽ കൂട്ടണം, മുറിക്കണം. ഇതിനകത്ത് എത്ര പിന്നെ സംവിധാനങ്ങളാണോ, ഹിറ്റാച്ചി ആണോ, എല്ലാം ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചില്ലെങ്കിൽ ഇത് ഒഴുകി പോത്തില്ല ഈ വെള്ളം. ഷട്ടറിൻ്റെ മെയിൻ്റനൻസ് എന്തായാലും ഇപ്പം നമുക്ക് നടത്താൻ കഴിയില്ല, അതുകൊണ്ട് നിൽക്കട്ടെ, ഞാൻ ആരെ കുറ്റപ്പെടുന്നില്ല. ഇന്ന് രാത്രി ചെയ്യുന്നില്ലെങ്കിൽ നാളെ മുതൽ മഴ വന്നാൽ ചെങ്ങന്നൂരിലാണ്, തിരുവല്ലയിലുമാണ് മറ്റു. കാരണം എന്ന് വെച്ചാൽ പിന്നെ റാന്നി, കോന്നി, പത്തനംതിട്ടയെല്ലാം വെള്ളം ഒഴുകിപ്പോരുന്നു, ഉയർന്ന പ്രദേശമാണ്. ഇത് നേരെ കുട്ടനാട്, തിരുവല്ല, ചെങ്ങന്നൂർ, ഈ 3 പ്രദേശത്തെ ജനങ്ങളെ ഇത് ബാധിക്കും. നാട് വിട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ, വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാകും, മരണമടക്കം ഉണ്ടാകുന്ന തരത്തിൽ ഒരു സംശയം വേണ്ട. ഞാനിത് പറയുന്നത് ഞാൻ കഴിഞ്ഞ 2018 മുതൽ ഇതിന് പുറകെ കൂടുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാരെല്ലാം വന്ന് ഇപ്പോൾ സ്ഥലം സന്ദർശിച്ചിട്ട് പോയി ഞാൻ മനസ്സിലാക്കുന്നത്, ഉദ്യോഗസ്ഥ സംവിധാനത്തെ കൊണ്ട് ഇന്നിത് ചെയ്യിക്കണം. ഇല്ലെങ്കിൽ ബദൽ സംവിധാനം, സ്വകാര്യ സംവിധാനം ഉപയോഗിച്ച് ഇത് ചെയ്യണം.